ഞാൻ സത്യത്തിൽ മറ്റാരെ വിളിക്കാന്ന് വെച്ചിട്ട് ഭയങ്കര റിലാക്സ്ഡായിട്ട് വിളിക്കുകയാണ്. ഒരുപാട് ഇൻട്രപ്ഷൻസുകളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇത് കുറച്ച് യൂണീക്ക് ആയിട്ടില്ല കേട്ടോ. താങ്ക് യു ഫോർ ദിസ്. ഈ പനിയുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു യൂണീക്ക് ആയിട്ട്. അപ്പോൾ അന്നേരം അതിൽ നിന്ന് എത്ര പനി മാറട്ടെ. ജനസാറിൻ്റെ കൂടെ വീണ്ടും ഒരു സിനിമ വളരെ യാഥാർത്ഥ്യമായി സാറിൻ്റെ ഒരു ഫോൺ എനിക്ക് വരുന്ന ദിവസം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കോളായിരുന്നു. ചാൻസ് ചോദിച്ച് നടക്കുന്ന കാലം കൊണ്ട് ജനസാറിനെ എങ്ങനെയൊക്കെ കാണുക, സാറിൻ്റെ സിനിമകളിലേക്കൊക്കെ ഒന്ന് എത്തിപ്പെടാൻ കഴിയുക എന്നുള്ളത് ഏതൊരു നവീനടനെ പോലും ഞാൻ വല്ലാണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും സാറിൻ്റെ വീട്ടി സാറിൻ്റെ തന്നെ മനോരഥങ്ങൾ എന്ന സീരീസിൽ ജയസാറിൻ്റെ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റി. വീണ്ടും പെരുങ്കളിയാട്ടം എന്ന സിനിമ സാറിന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു അതിഗംഭീരമായ സാറിൻ്റെ ഒരു സിനിമ വരാൻ പോകുന്നു. അങ്ങനെ 2-3 സിനിമകൾ സാർ ഇതിൻ്റെ ഇടയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്ന് റിലീസിലേക്ക് വരുന്നത് ശാന്തമീ രാത്രിയിലാണ്. ഏറ്റവും ഗംഭീരമായ ഒരു ടൈറ്റിലാണ് ഈ സിനിമ. അതിപ്പോൾ നമ്മളുള്ളത് കൊണ്ട് പറയുന്നതല്ല, വളരെ വളരെ ഇഷ്ടം തോന്നിക്കുന്ന ഒരു ടൈറ്റിൽ, തീർച്ചയായും സാറിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ടൈറ്റിൽ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ടൈറ്റിലാണ്. ഒപ്പം എല്ലാ ജനറേഷനിലും പെട്ട ആൾക്കാർ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അങ്ങനെ സാർ വളരെ രസകരം. ഇതൊരു ഇത്രയും ഡിഫറെന്റ് ജോണർ സിനിമകൾ ചെയ്തിട്ടുള്ള മലയാളത്തിലുള്ള ഒരു സംവിധായകൻ ഉണ്ടെങ്കിൽ അത് ജയരാജ് സാറായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം തിളക്കം ചെയ്ത സാർ തന്നെയാണ് ഗോഡ്വാക്കർ ചെയ്തത്, ഗോഡ്വാക്കർ ചെയ്ത സാർ തന്നെയാണ് ഫോർ പീപ്പിൾ ചെയ്തതെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു വേരിയേഷൻസ് അല്ല. തീർച്ചയായിട്ടും സാറിന് ഇനിയും മലയാള സിനിമയ്ക്ക് വലിയ സംഭാവനകൾ ആവശ്യമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഈ സിനിമയിൽ ഏറ്റവും ഗംഭീരമായി 2 പാദങ്ങളെ തമ്മിൽ ടീച്ചറെ പറഞ്ഞല്ലോ, ലണ്ടൻ ബ്രിഡ്ജിന്റെ താഴെ പോയി നിന്നൊരു ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ സൈഡിൽ പോയി നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹങ്ങളിൽ ഒരെണ്ണമായിരിക്കും. പക്ഷെ അതേപോലെ ഭംഗിയുള്ള ഒരു ബ്രിഡ്ജ് നമ്മുടെ മൂന്നാറിൻ്റെ അടുത്ത് സാറ് കണ്ടുപിടിച്ചു എന്നുള്ളത് ഞാൻ വിചാരിക്കുന്ന കേരളം അത്യാവശ്യം ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇനിയും നമ്മൾ കേരളം കാണാൻ കിടക്കുന്നു എന്ന് സാറ് കാണിച്ചു തന്നൊരു മൊമെന്റാണ് എനിക്ക് പേഴ്സണലി അത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ എനിക്ക് സിനിമയ്ക്കുണ്ട്. ഒപ്പം ഇത് ജാസിയൊന്നും പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടെന്നല്ലേ